വെൽക്കം ടു എജു മാത്ത്. 10th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ട്രിഗണോമെട്രി അഥവാ ട്രിഗോണോമെട്രി എന്ന ചാപ്റ്ററിൽ റിവൈസ് ചെയ്യാനാണ് നമ്മളിന്ന് പോകുന്നത്. ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞതായിരിക്കും ഈ ചാപ്റ്റർ. ചില കുട്ടികൾക്ക് ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് ടഫായിരിക്കും ഈ ചാപ്റ്റർ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനൊക്കെ എല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ത്രികോണങ്ങളുടെ വശങ്ങളുടെയും കോണുകളും തമ്മിലുള്ള ബന്ധം. അതാണല്ലോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? രണ്ട് ടൈപ്പ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു ട്രയാങ്കിൾസ്? 45, 90 ഡിഗ്രീസ് ഉള്ള ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസും 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസിൻ്റെയും ആംഗിളും സൈഡ്സും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ കണ്ടു. 45, 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരുന്നു? 1:1:√2ഉം 30, 60, 90 ഡിഗ്രി ട്രയാങ്കിൾസിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2ഉം ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത് പഠിച്ചത് എന്താ? നമ്മൾ സൈനും കോസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ എന്തായിരുന്നു സൈൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസും കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസും. അതായത് സൈൻ എന്തായിരുന്നു? എതിർവശം ബൈ കർണം, കോസ് സമീപവശം ബൈ കർണം. ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് എന്ന ഭാഗത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? സർക്കിൾസിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾസ് തന്നിട്ട് സെൻട്രൽ ആംഗിൾ തന്നിട്ട് കോഡിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അത് യൂസ് ചെയ്ത് സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. എന്തായിരുന്നു ആ ഇക്വേഷൻ? ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു 2r സൈൻ c/2. സി എന്ന് പറയുന്നത് തന്നിട്ടുള്ള സെൻട്രൽ ആംഗിൾ, അതിൻ്റെ എന്തെടുക്കണം? ഹാഫ് എടുക്കണം അല്ലേ? ലെങ്ത് ഓഫ് ദ കോഡ്, അതായത് ഞാണിൻ്റെ നീളം. പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ട് ടൈപ്പ് ട്രയാങ്കിൾസ് അല്ലാതെ ഏത് ട്രയാങ്കിൾ വന്നാലും അതിൻ്റെ ആംഗിൾസും അതിൻ്റെ സൈഡുകളും തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. നമ്മളിനി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ കൺസെപ്റ്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. പിന്നീട് നമ്മൾ പഠിച്ചത് ടാൻ, പുതിയൊരു മെഷർമെൻറ്റായ ടാനിനെ കുറിച്ചാണ്. ടാൻ ഈക്വൽ ടു എന്തായിരുന്നു? ടാൻ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ടാൻ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം. ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ എന്താ പഠിച്ചത്? ട്രിഗണോമെട്രി അപ്ലൈ ചെയ്യുന്ന ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് നമ്മൾ കണ്ടു അല്ലേ? ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. ട്രിഗണോമെട്രി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. പിന്നെ ഈ ട്രിഗണോമെട്രി ടേബിൾ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും ആംഗിൾസിൻ്റെയെങ്കിലും വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നമുക്കിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് കൺസെപ്റ്റ് ഓർമ്മയുണ്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി, ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇത്രയാണ് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾ എ ഈക്വൽ ടു 45 ഡിഗ്രി, ബിൻ്റെ ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? Second question, what is the length of AC? Third question, calculate the perimeter of a triangle. എങ്ങനെ കണ്ടുപിടിക്കും? എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി? നമ്മൾ ഫിഗറിലോട്ട് നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ 90 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ് എന്തായിരിക്കും ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? ആംഗിൾ സിയുടെ അളവ് എത്രയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 45 ഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സി? എ സിയുടെ ലെങ്ത്ത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? എ സിയുടെ നീളം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 45, 90 ആണെങ്കിൽ ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ, അതിൻ്റെ ആംഗിൾസും സൈഡ്സും തമ്മിലൊരു ബന്ധമുണ്ട്. അതിൻ്റെ റേഷ്യോ എന്തായിരുന്നു? അതായത്
45 90 ആണെങ്കിൽ എന്തായിരുന്നു റേഷ്യോ? 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1:1:√2 ഇതായിരുന്നു റേഷ്യോ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താ? തന്നിട്ടുള്ളത് 45 ഓപ്പോസിറ്റ് ബി സി ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? ബി സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ. ഇവിടെ എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എന്തായിരിക്കും? എ സി എന്തായിരിക്കും? 4√2. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അതായത് 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണോ ആ സൈഡ് കൊണ്ട് √2നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മളെ ഹൈപ്പോട്ടിനസ് വരിക. അപ്പോൾ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ സിയുടെ നീളം എത്ര? അപ്പോൾ എ സിയുടെ നീളം എന്താ? എ സിയുടെ നീളം 4√2. അതെങ്ങനെയായിരുന്നു? 4 സെൻറ്റിമീറ്റർ ദെൻ അടുത്തെന്തായിരിക്കും? 4√2 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. അതായത് ത്രികോണത്തിൻ്റെ ചുറ്റളവ് കണക്കാക്കുക. എങ്ങനെയാണ് ചുറ്റളവ് കാണുക? ത്രികോണത്തിൻ്റെ 3 സൈഡ്സ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ചുറ്റളവ് എത്രയാണ്? 4 + 4 + 4√2. 4 + 4 8. 8 + 4√2 ആണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, അതായത് ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3 സൈഡും കൂടി ആഡ് ചെയ്യുന്നതാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കിൾ 45 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഫസ്റ്റ് കൺസെപ്റ്റ് ആ ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസിൻ്റെ ആ കോണുകളുള്ള ത്രികോണത്തിൻ്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും അല്ലേ? 1:1:√2 ആയിരിക്കും. ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 45 ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4 സെൻറ്റിമീറ്റർ ദെൻ 4√2 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SSLC 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 49 ഡിഗ്രി വിത്ത് വൺ സൈഡ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ. സൈൻ വാല്യൂം കോസ് വാല്യൂം നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതായത് ഒരു ചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ. ഈ വികർണം ചതുരത്തിൻ്റെ ഒരു വശവുമായി ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് 49 ഡിഗ്രി. ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ലെങ്ത്തുമാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യും? ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 49 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് എന്താ? ഈ ഒരു വികർണത്തിൻ്റെ അല്ലെങ്കിൽ ഡയഗണലിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ PR ഉണ്ട്. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ QR-ൻ്റെയും PQ-ൻ്റെയും ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് 49 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഓപ്പോസിറ്റ് സൈഡ് QR ആദ്യം കണ്ടുപിടിക്കാം അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിനസ് തന്നിട്ട്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ ആണ് ഉപയോഗിക്കുക? സൈൻ വാല്യൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? സൈൻ 49 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താ ഇവിടെ? QR ബൈ ഹൈപ്പോട്ടിനസ് എത്ര തന്നിട്ടുണ്ട്? 9 തന്നിട്ടുണ്ട്. സൈൻ 49 എത്രയാണ് തന്നിട്ടുള്ളത്? 0.75. ദെൻ സൈൻ 49ൻ്റെ അവിടെ നമ്മൾ എന്ത് എഴുതി? 0.95 ഈക്വൽ ടു 0.75. Then QR equal to
എന്ത് ചെയ്യണം 0.75 ഇൻറ്റു 9 0.75 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 6.75 സെൻറ്റിമീറ്റർ. അതാണ് നമുക്ക് എന്തിൻ്റെ ലെങ്ത്ത് കിട്ടുക, ക്യു ആറിൻ്റെ ലെങ്ത്ത് കിട്ടുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പി ക്യൂൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ പി ക്യൂൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ 49 ഡിഗ്രി ആംഗിൾ എടുക്കുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിനസ് നമ്മുടെ കയ്യിലുണ്ട്. ഹൈപ്പോട്ടിനസ് എന്താണ്, പി ആർ = 9 ആണ്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അഡ്ജസൻറ്റും ഹൈപ്പോട്ടിനസും വരുന്ന ഇക്വേഷൻ ഏതാ, കോസ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കോസ് 49. ദെൻ കോസ് 49 ഡിഗ്രി = എന്ത് എഴുതണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, പി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ പി ക്യു ബൈ ഹൈപ്പോട്ടിനസ് 9. കോസ് 49 എത്രയാണ് തന്നിട്ടുള്ളത് വാല്യൂ, 0.66. ദെൻ 0.66 = പി ക്യു ബൈ 9. ദെൻ പി ക്യു = 0.66 ഇൻറ്റു 9 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 5.94 സെൻറ്റിമീറ്റർ. അതായത് ഈ ലെങ്ത്ത് 5.94ഉം ക്യു ആറിൻ്റെ ലെങ്ത്ത് 6.75ഉം. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ദ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 49 ഡിഗ്രി വിത്ത് 1 സൈഡ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് റെക്റ്റാങ്കിൾസിൻ്റെ സൈഡ്സ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു, സൈനും കോസും ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. SSLC 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ ഇഫ് BC = 4 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ A = 50 ഡിഗ്രി ഫൈൻഡ് ദ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ. സൈൻ വാല്യൂം കോസ് വാല്യൂം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. ആംഗിൾ A എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. BC എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരിവൃത്ത വ്യാസം കാണുക. ഇവിടെ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ഫിഗർ നോക്കുക. ഇവിടെ എന്താണ് ബി സി എന്താണ്, ബി സി എന്ന് പറയുന്നത് ഒരു കോഡാണ് അല്ലേ, കോഡാണ്. അതായത് ഞാനാണ് ബി സി. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യാം, O എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്, സെൻറ്ററാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ബി സി എന്ന കോഡ് സർക്കിളിൻ്റെ വേറൊരു സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളാണ് 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOC എന്ന് പറയുന്നത് എന്തായിരിക്കും, 100 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യാം, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡയാമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇക്വേഷൻ ഏതായിരുന്നു, ലെങ്ത് ഓഫ് ദി കോഡ് തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് ഓഫ് ദ കോഡ് = എന്തായിരുന്നു, 2R sin C/2. C എന്ന് പറയുന്നതാണ് സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. എത്ര തന്നിട്ടുണ്ട്, എത്ര കിട്ടി നമുക്ക്, 100 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ലെങ്ത് ഓഫ് ദ കോഡ് എത്ര തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ = 2R sin 100/2 ഡിഗ്രി. 100/2 എന്താണ്, 50. അപ്പോൾ 2R sin 50 ഡിഗ്രി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, ഡയാമീറ്റർ. അതായത് 2R എന്ന് പറയുന്നതാണല്ലോ ഡയാമീറ്റർ അല്ലേ, റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയാമീറ്റർ. ദെൻ 2R = 4 / sin 50. sin 50ൻ്റെ വാല്യൂ എത്രയാണ് തന്നുള്ളത്, 4 / 0.77 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 5.19. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ തന്നത്, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നു, എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ. നമുക്ക് BC എന്ന് പറഞ്ഞൊരു കോഡാണെന്ന് അറിയാം. അത് വെച്ചിട്ട് നമ്മൾക്ക് ലെങ്ത് ഓഫ് ദ കോഡ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഡയാമീറ്റർ കണ്ടുപിടിച്ചു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് SSLC 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. In triangle ABC, AB = 8 cm, BC = 10 cm and angle B = 50 degree. Find the perpendicular distance from the vertex A to BC. Then find the area of triangle. Sin value cos value തന്നിട്ടുണ്ട്. അതായത് എയിൽ നിന്ന് BCയിലേക്കുള്ള ലംബ ദൂരം കണ്ടുപിടിക്കണം. ത്രികോണം ABCയുടെ പരപ്പളവ് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, രണ്ട് സൈഡും ആ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഒരാംഗിൾ 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഓക്കെ,
ദെൻ നെയിം കൊടുത്തു ABC. ദെൻ ഈ സൈഡ് 10 സെൻറ്റിമീറ്ററും ഈ സൈഡ് 8 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയിൽ നിന്ന് BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലംബ ദൂരം കണ്ടുപിടിക്കണം. അതായത് ഇവിടെ ഒരു D എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എയിൽ നിന്നും BCയിലേക്കുള്ള ലംബ ദൂരം, ഒരു D എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ D. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എയിൽ നിന്നും BCയിലേക്കുള്ള ലംബ ദൂരം. അതായത് നമ്മളിവിടെ ഒരു D എന്ന് കൊടുക്കുകയാണെങ്കിൽ AD ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് ADയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുക? ADയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABD. കൺസിഡർ ABD. ഓക്കെ, അതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു 50 ഡിഗ്രി ആംഗിൾ B = 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ദെൻ AB എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതായത് 50 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് AD. AD എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, ഹൈപ്പോട്ടിനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സൈൻ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? സൈൻ 50 = AD/AB. ഏത് വാല്യൂ ആണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? സൈൻ വാല്യൂ അല്ലേ? സൈൻ 50 ഡിഗ്രി എന്താണ്? AD/AB ആണ് അല്ലേ? AD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AB എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? AD/8. സൈൻ 50ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 0.77. അപ്പോൾ AD = എന്താണ്? 0.77 × 8. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആൻസർ കിട്ടുക? 6.16 സെൻറ്റിമീറ്റർ ആണ് ആൻസർ കിട്ടുക. അതായത് ADയുടെ ലെങ്ത്ത് 6.16. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിലെന്താണ്? ത്രികോണം ട്രയാങ്കിൾ ABCയുടെ എന്ത് കണ്ടുപിടിക്കണം? പരപ്പളവ്, അതായത് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതായത് പരപ്പളവ് = ½ BH. ഇവിടെ ബേസ് ആരാ? ട്രയാങ്കിളിൻ്റെ ബേസ് ആരാ അല്ലേ? ബേസ് എന്താ? BC എന്ന് അറിയണമെന്ന്. ബേസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ½ × 10 × ഹൈറ്റ് എന്ന് പറയുന്നതോ? ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ്? 6.16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ആൻസർ 30.8 ആണ് കിട്ടുക ആൻസർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നും കൂടിയും പറയാം. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ 50 ഡിഗ്രി, ABC എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. രണ്ട് സൈഡ് 10ഉം 8ഉം ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എയിൽ നിന്നും BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. സൈൻ വാല്യൂ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടിനസ് തന്നിട്ടുണ്ട്. ദെൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ട്രയാങ്കിൾ ABD കൺസിഡർ ചെയ്തു. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സൈൻ 50ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതാണ് നമ്മളുടെ എന്താ പറയുക? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഹൈറ്റ്. ഇനി എന്താ? പരപ്പളവ്, അതായത് ഏരിയ. ഏരിയ = നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഇക്വേഷൻ ½ BH ആണ്. ½ × ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ½ × 10 × എന്ത് ചെയ്യണം? 6.16 ചെയ്യണം. = നമുക്ക് എന്ത് കിട്ടും? 30.8 സെൻറ്റിമീറ്റർ സ്ക്വയർ. കാൽക്കുലേഷനൊക്കെ നല്ല ശ്രദ്ധിച്ച് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 2025 വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് നമ്മൾ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യനാണ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ക്വസ്റ്റ്യനാണ് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. വിട്ട് കളയാതെ എല്ലാവരും പഠിക്കുക. എളുപ്പമാണ്, നമുക്ക് പഠിച്ചാൽ അത് എളുപ്പമാണ്. മനസ്സിലാക്കി പഠിക്കുക. നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ട്രിഗണോമെട്രി ദ റെസിപ്രോക്കൽസ് ഓഫ് സൈൻ ആൻഡ് കോസ് ആർ കോൾഡ് കൊസീക്കൻറ്റ് ആൻഡ് സീക്കൻറ്റ്. ദ റെസിപ്രോക്കൽ ഓഫ് ടാൻ ഈസ് കോൾഡ് cotangent.
ദേ ആർ ഷോർട്ടൻ ആസ് കൊസീക്, സീക്ക് ആൻഡ് കോട്ട്. ഹെൻസ് കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്താ? 1/sin x. സൈൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് എക്സ്. അതായത് കോസ് എക്സിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എക്സ്. ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് കോട്ടെക്സ്. നിങ്ങൾ വലിയ ക്ലാസ്സിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കോട്ടെക്സ് എന്താണ്, സീക്ക് എക്സ് എന്താണ്, കൊസീക് എക്സ് എന്താണെന്നും അവരുടെ ആംഗിൾസിൻ്റെ വാല്യൂ വലിയ ക്ലാസ്സിൽ പഠിക്കും. ഇനി എന്ത് ചോദിച്ചിട്ടുണ്ട്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എബവ് ഡീറ്റെയിൽസ്. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ABCD 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ്. സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സിൻ്റെ റെസിപ്രോക്കൽ, സൈൻ എക്സിൻ്റെ വിൽക്രമം. സീക്ക് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ വിൽക്രമം. ടാൻ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോട്ടെക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിൻ്റെ വിൽക്രമം, അതായത് റെസിപ്രോക്കൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ എക്സും ഇൻറ്റു കൊസീക് എക്സും കണ്ടുപിടിക്കണം. ഇൻറ്റു അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. എന്താണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ എക്സ് ഇൻറ്റു കൊസീക് എക്സ് ഈക്വൽ ടു സൈൻ എക്സിന് നമ്മൾ സൈൻ എക്സ് എന്ന് തന്നെ എഴുതി ഇൻറ്റു കൊസീക് എക്സ് എന്താണ്? കൊസീക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/sin x ആണ്. അപ്പോൾ കൊസീക് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് എഴുതണം? 1/sin x. ഇവിടെ സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. എളുപ്പമല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൊസീക് 60 ഡിഗ്രി എന്തായിരിക്കും? നമുക്കറിയാം കൊസീക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ കൊസീക് 60 എന്തായിരിക്കും? 60 ഡിഗ്രി 1/sin 60 ഡിഗ്രി അല്ലേ? 1/sin 60 ഡിഗ്രി. ഓക്കെ, sin 60ൻ്റെ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ ഇത്രയും ചോദിച്ചിട്ടുള്ളൂ, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇനി സി കോട്ട് 45 ഡിഗ്രി. കോട്ടെക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ റെസിപ്രോക്കലാണ്? ടാൻ എക്സിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ കോട്ട് 45 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1/tan 45 ഡിഗ്രി. ടാൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം, നമുക്ക് ഇട്ട് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ? സീക്ക് 60 മൈനസ് കൊസീക്ക് 30 ഡിഗ്രി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സീക്ക് 60 മൈനസ് കൊസീക്ക് 30. സീക്ക് 60 എന്താ? സീക്ക് എന്ന് പറയുന്നത് 1/cos ആണ് അല്ലേ? കോസ് 60 നമുക്കറിയാം. കോസ് 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ആ ടേബിൾ ആലോചിക്കാം. കോസ് 60 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/2 ആയിരുന്നു അല്ലേ? അപ്പോൾ സീക്ക് 60 എന്തായിരിക്കും? ഇതിന് തിരിച്ചിട്ട് കൊടുക്കുക 2/1, അതായത് റെസിപ്രോക്കൽ എടുത്താൽ ടു എന്താണ്? 2. സീക്ക് 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ആണ്. 2 മൈനസ് കൊസീക്ക് 30 എന്തായിരുന്നു? കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റെസിപ്രോക്കലാണ്? 1/sin ആണ് അല്ലേ? sin 30 ആണ്. sin 30 എന്താണെന്ന് അറിയാം നമുക്ക്. sin 30 ഈക്വൽ ടു എന്താണ്? 1/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊസീക്ക് 30 എന്തായിരിക്കും? കൊസീക്ക് 30 എന്തായിരിക്കും? 1/2. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/1/2 ഈസ് ഈക്വൽ ടു എന്താണ് ആൻസർ? 2. ദെൻ സീക്ക് 60 മൈനസ് കൊസീക്ക് 30 ഈസ് ഈക്വൽ ടു 2/2 ഈക്വൽ ടു 0. എളുപ്പമാണല്ലോ. എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ആ ഒരു ടേബിളിലെ ആ വാല്യൂസ് 30, 45, 60 ഇതിൻ്റെ വാല്യൂ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രിഗോണോമെട്രിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ബോയ് സ്റ്റാൻഡിങ് എവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് സീസ് എ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ 35 ഡിഗ്രി. സ്റ്റെപ്പിംഗ് 25 meter forward, he sees the top of the building at an angle of elevation 70 degree. Height of the boy is 1.6 meter. നമ്മൾ ആദ്യം
എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഡീറ്റെയിൽസ്. എന്താ തന്നിട്ടുള്ളത്? ഒരു കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അകലെ നിൽക്കുന്ന ഒരു കുട്ടി കെട്ടിടത്തിൻ്റെ മുകളറ്റം 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിൻ്റെ 25 മീറ്റർ മുന്നിലേക്ക് മാറി നിന്ന് നോക്കിയപ്പോൾ 70 ഡിഗ്രി മേൽക്കോണിലാണ് കെട്ടിടത്തിൻ്റെ മുകളറ്റം കണ്ടത്. കുട്ടിയുടെ ഉയരം 1.6 മീറ്ററാണ്, 1.6 മീറ്ററാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. നമുക്കതിൻ്റെ ഫിഗർ വരച്ചു നോക്കാം. അപ്പോൾ ആദ്യം ഒരു ബിൽഡിങ് തന്നിട്ടുണ്ടല്ലേ, ഒരു ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് അല്ലേ കുറച്ച് അകലത്തിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം കാണുന്നത് എത്ര ഡിഗ്രി കോണിലാണ്? 35 ഡിഗ്രി. അപ്പോൾ ഇത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ അല്ലേ. ഇനി ആ കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളറ്റം കാണുന്നത് എത്ര ഡിഗ്രിയിലാണ്? 35 ഡിഗ്രിയിലാണ് കാണുന്നത്. അപ്പോൾ 35 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 35 ഡിഗ്രിയിൽ കാണുന്നു. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുട്ടി 25 മീറ്റർ ഇങ്ങോട്ട് 25 മീറ്റർ നീങ്ങി ബിൽഡിംഗ് നോക്കിയപ്പോൾ എത്ര ഡിഗ്രിയിലാണ് കണ്ടത്? 70 ഡിഗ്രിയിലാണ് കണ്ടത് അല്ലേ. അപ്പോൾ ഇത് 70 ഡിഗ്രി. ഇത്രയാണ് തന്നിട്ടുള്ളത്. നമ്മൾ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 1.6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? 1.6 മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ട്രയാങ്കിൾ ABCDE എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? തന്നിരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ചിത്രം വരച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 70 ഡിഗ്രി മേൽക്കോണിൽ കെട്ടിടത്തിൻ്റെ മുകളറ്റം കാണുമ്പോൾ കുട്ടിയും കെട്ടിടവും തമ്മിലുള്ള അകലമെന്ത്? അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 70 ഡിഗ്രി മേൽക്കോണിൽ കാണുമ്പോൾ ഈ കുട്ടിയും പിന്നെ ബിൽഡിങ്ങും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് BD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാം. BD എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നോക്കാം. ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ലീനിയർ പെയർ ആയതുകൊണ്ട് 110 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ADC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 180 മൈനസ് 110 പ്ലസ് 35 ഈക്വൽ ടു എത്രയായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതെന്തായി? 35 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിൾ ADC എന്ന് പറഞ്ഞ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 2 ആംഗിൾ ഈക്വൽ ആയി അല്ലേ. അപ്പോൾ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ. ആ ആംഗിൾസിന് ഈ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ AD എന്ന് പറയുന്നത് 25 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ DC എത്രയായിരിക്കും? 25 ആയിരിക്കും അല്ലേ. 25 മീറ്റർ ആയിരിക്കും അല്ലേ. 35ന് ഓപ്പോസിറ്റ് 25 ആണെങ്കിൽ ഈ 35ന് ഓപ്പോസിറ്റ് 25 ആണെങ്കിൽ ഈ 35 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 25 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? കുട്ടിയും ബിൽഡിങ്ങും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. BD കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് DC കിട്ടി. അതായത് 70 ഡിഗ്രീൻ്റെ എന്ത് കിട്ടി? ഈ ഒരു ട്രയാങ്കിൾ BDCയിൽ ട്രയാങ്കിൾ BDCയിൽ ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത്, അതായത് DC എന്ന് പറയുന്നത് 25 ആണെന്ന് കിട്ടി. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? BD കണ്ടുപിടിക്കണം. അതായത് 70 ഡിഗ്രീൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തുണ്ട്? ഹൈപ്പോട്ടിനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? cos 17 ഈക്വൽ ടു എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? BD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ BD ബൈ ഹൈപ്പോട്ടിനസ് എത്രയാ? 25. അപ്പോൾ cos 17ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? cos 17 0.34. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസൻറ്റ് സൈഡ് BD ഈസ് ഈക്വൽ ടു cos 17
ഇൻറ്റു എന്താവും 25. അതായത് 0.34 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക 8.5 ആണ് കിട്ടുക. അപ്പോൾ ബി ഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8.5 ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അതിൽ തേർഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? കെട്ടിടത്തിൻ്റെ ഉയരം എന്ത്? ഓക്കെ, സെയിം ട്രയാങ്കിൾ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏത് ട്രയാങ്കിൾ ബി ഡി സി തന്നെ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ദെൻ ഇവിടെ എന്ത് കിട്ടി? അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് കിട്ടി, ഹൈപ്പോട്ടിനസ് ഉണ്ട്. നമുക്ക് ഈ സൈഡാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ആ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ 70 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടിനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? സൈൻ 17 ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ സൈൻ 70 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി സി ബൈ ഹൈപ്പോട്ടിനസ് എന്താ? ഡി സി അത് എത്രയാണ്? 25 ആണ്. ദെൻ 25 സൈൻ 70ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? സൈൻ 70 0.94. ദെൻ ബി സി ഈക്വൽ ടു 0.94 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാം 23.5. ഓക്കെ, കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ആയോ? ഇല്ല അല്ലേ? ഈ ഹൈറ്റും കൂടി ടോട്ടൽ ഹൈറ്റ് ആയിട്ടില്ല. ഇത്രയും ഹൈറ്റേ ആയിട്ടുള്ളൂ. ഈ 1.6ഉം ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെട്ടിടത്തിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് CE ആണ് അല്ലേ? ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി എന്തും കൂടി ആഡ് ചെയ്യണം? 1.6ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈക്വൽ ടു 23.5 പ്ലസ് എന്ത് ചെയ്യണം? 1.6. അപ്പോൾ നമുക്ക് കിട്ടാം 25.1 മീറ്റർ. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 25.1 ആയിരിക്കും. ഈ ഒരു ഹൈറ്റ് കുട്ടിയുടെ ഹൈറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതെ, കുട്ടി 1.6 ഇവിടെ 1.6 ആണെങ്കിൽ ഇവിടെ 1.6 ആയിരിക്കും. ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കാണാൻ വേണ്ടി ഈ 1.6 ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SSLC 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ എവേ ഫ്രം എ ടവർ, the top of the tower is seen at an angle of elevation 45 degree. From the top of the tower, a car is seen on the opposite side of the tower at an angle of depression 25 degree. അല്ലേ? അതായത് ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് ഗോപുരത്തിൻ്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഇവിടെ ആംഗിൾ ഓഫ് എലവേഷനും തന്നിട്ടുണ്ട്, ഡിപ്രഷനും തന്നിട്ടുണ്ട്. അതായത് ഗോപുരത്തിൻ്റെ മുകളറ്റം കാണുന്നത് ഒരു പോയിന്റിൽ നിന്ന്, താഴെയുള്ള ഒരു പോയിന്റിൽ നിന്ന് ഗോപുരത്തിൻ്റെ മുകളറ്റം നമ്മൾ കാണുന്നത് 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലും, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കാറിനെ നോക്കുമ്പോൾ അതിൻ്റെ മറുവശത്തുള്ള ഒരു കാറിനെ കാണുന്നത് 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കാണുന്നത്, അതായത് കീഴ്ക്കോണിലാണ് കാണുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഡ്രോ എ റഫ് ഫിഗർ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം ഫിഗർ വരക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവറിൻ്റെ ഹൈറ്റ് കാണണം. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദി ടവർ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ വരക്കാം. അപ്പോൾ ആദ്യം ഒരു ടവർ, ആ ടവറിനെ താഴെയുള്ളൊരു ബിന്ദുവിൽ നിന്നും കാണുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ബിന്ദുവിൽ നിന്നും കാണുന്നത് 45 ഡിഗ്രി ആംഗിളിലാണ് കാണുന്നത്. ഇത് 45 ഡിഗ്രി നിന്നും കാണുന്നു. ഇനി ഇതാണ് ടവർ. ഈ ടവറിൻ്റെ മുകളിൽ നിന്നും എന്താണ് കാണുന്നത്? ഒരു കാറിനെ നോക്കുമ്പോൾ, അതായത് ഈ ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു കാറിനെ നോക്കുമ്പോൾ അത് എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കാണുന്നത്? 25 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇതാണ് സ്ട്രെയിറ്റ് വ്യൂ. ഓക്കെ, ദെൻ ഇതാണ് നമ്മളുടെ കാണുന്ന 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണും ഇവിടെ ഒരു കാർ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാറിനെ, ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കാറിനെ കാണുന്നത് 25 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് അല്ലേ? ഇത് സ്ട്രെയിറ്റ് വ്യൂ. ഇവിടെയുള്ള ഒരു കാറിനെ കാണുന്നത്, താഴെയുള്ള ഒരു കാറിനെ, ഓപ്പോസിറ്റ് സൈഡിലുള്ള കാറിനെ കാണുന്നത് 25 ഡിഗ്രി
ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ഇവിടെ 25 ഡിഗ്രി. ഇവിടെ ഒരു കാറിനെ കാണുന്നു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിഗർ. ഈ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ടവറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് അതിന് പേര് കൊടുക്കാം ABCD. പേര് കൊടുത്തു. ഇനി നമുക്കറിയാം ഇതെത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 25 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഈ ആംഗിൾ നമുക്കറിയാം എന്താ? ടോട്ടൽ 90 ആയിരിക്കും അല്ല. അപ്പോൾ 90 - 25 ചെയ്യാം. 90 - 25 ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 65 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 65 ഡിഗ്രി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഈ ട്രയാങ്കിൾ നോക്കാം. ABCD ട്രയാങ്കിൾ ADC നമ്മൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ADCന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ആംഗിൾ എത്രയാണ്? ഇതെത്രയാ? 90 ഡിഗ്രി അല്ലേ? ഇതെന്താണ്? 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി, ഇതെന്താണ്? 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യാം. ADCയിൽ ഇത് 45 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രി, ഇവിടെ ഈ 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്ത് തന്നിട്ടുണ്ട്? അതായത് 100 മീറ്റർ നീങ്ങിയിട്ടാണ് ഈ ബിന്ദു ഉള്ളത്, ഈ ഒരു പോയിൻ്റ് ഉള്ളത്. അപ്പോൾ 100 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. AD 100 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ 45 ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 100 മീറ്റർ. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ലേ? ടവറിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദി ടവർ എന്തായിരിക്കും? 100 മീറ്റർ ആയിരിക്കും. ഓക്കെ, അത് 100 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒരു ഗോപുരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന്, അതായത് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ എവേ ഫ്രം എ ടവർ. ഓക്കെ, ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ. ടവറിൽ നിന്നും കാറിലേക്കുള്ള ദൂരം അല്ലേ? ഗോപുരത്തിൽ നിന്നും കാറിലേക്കുള്ള ദൂരം എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഏത് ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ലെങ്ത്ത് DB ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും? ട്രയാങ്കിൾ BDC അല്ലേ? അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ BDC. അതിലെന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു 65 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? tan 65 അല്ലേ? ദെൻ tan 65 ഈക്വൽ ടു 65 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താ? tan 65 ഓപ്പോസിറ്റ് സൈഡ് എന്താ? BD ബൈ അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ട് 100. ഓക്കെ, ദെൻ tan 65ൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? tan 65 is equal to 2.14. ദെൻ BD is equal to 2.14 into 100. അപ്പോൾ 2.14 into 100 എത്രയാണ്? 214 മീറ്റർ അല്ലേ? 214 മീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി? 214 മീറ്റർ. അപ്പോൾ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് കിട്ടി അല്ലേ? അതായത് 45, 90 ഫസ്റ്റ് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റേഷ്യോസ് ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കറിയാം. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 100 ആണ്. ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2025ലെയും 2024ലെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രിഗണോമെട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ അതിന് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള 2023ലും 2022ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യും. ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ക്ലാസ് ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.